സിദ്ധുവിന് നാളെ തിരക്കുണ്ടോ? എന്താ കാര്യം? തിരക്കുണ്ടോ ഇല്ലയോ അതറിഞ്ഞിട്ട് മതിയല്ലോ പറയുന്നത്. ഇല്ല. ആ, നാളെ ഇവിടെ ഉണ്ടാവണം. ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളാ. ഉറപ്പായി ഇവിടെ വേണം. അച്ഛനിരിക്കെ. ഇവിടെ എന്തെങ്കിലും സംസാരം നടന്നോ? ഇല്ല. അച്ഛൻ കൈ കഴുക. ആ രജനി, അവിടെ എന്തായി കാര്യങ്ങൾ? അമ്മ ആകെ തകർന്ന അവസ്ഥയിലാ ഗിരി. തനൂജ് അവിടെ നമ്മുടെ വീട്ടിൽ വന്നു എന്നറിഞ്ഞത് മുതല് ആകെ ഷോക്കിലാ. നീ സമാധാനിപ്പിച്ചില്ലേ? അതൊക്കെ മറക്കാൻ പറ. അവൾ ഇനി ഇവിടെ വന്നാ നമ്മൾ നോക്കിക്കോളാന്ന് പറ. അവിടെ ഗിരി അമ്മയെ പറ്റി പറഞ്ഞ കൂടുതൽ വിഷമിക്കുന്ന. നീ പറഞ്ഞില്ലേ ഞാനും അമ്മയും അന്യരല്ല, ആ കുടുംബത്തിലുള്ളവർ തന്നെയാണെന്ന്. എല്ലാം പറഞ്ഞു. പക്ഷെ അമ്മയുടെ മനസ്സ് വല്ലാതെ പതറി നിൽക്കുക. ഞാൻ ആലോചിക്കുന്ന അതല്ല. ഒരിക്കൽ ഞാൻ കരുതിയിരുന്നത് അമ്മയെ പോലെ ധൈര്യമുള്ള ഒരാള് ലോകത്ത് വേറെ ആരുമില്ലെന്നാ. ആരെയും പേടിപ്പിക്കാനും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിടാൻ ശക്തിയുള്ള ഒരാള്. അമ്മയെപ്പോലെ വേറെ ആരുമില്ലെന്നാ ഞാൻ വിചാരിച്ചത്. അനുഭവങ്ങളും അവസ്ഥകളും മനുഷ്യനെ മാറ്റും രജനി. അമ്മയുടെ വിഷമം കണ്ടിട്ട് എനിക്കിപ്പോ പേടിയാവുക. എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് നീങ്ങണമെന്നോ ഒന്നും അമ്മയ്ക്ക് അറിയാത്ത പോലെ. ഇങ്ങനെയൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെ പേടിച്ചാൽ ജീവിക്കാൻ പറ്റൂ? എന്താ ഗിരി, ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും ഒന്നുമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ക്ഷമിച്ചിരിക്കാൻ പറ്റുന്നേ? ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ. ആദ്യം അച്ഛനെ ആവശ്യമില്ല സംശയിക്കുന്ന ഒന്നും നിർത്താൻ പറ. അതോടെ പകുതി പ്രശ്നം തീരും. ഗിരി, അതെങ്ങനെ സാധിക്കും? കൃത്യമായ ആരോപണത്തോടെ ഒരാൾ വരുമ്പോ സംശയിച്ചു പോവില്ലേ? അതെ, ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? എനിക്കെതിരെ ഒരു സ്ത്രീ ഇതുപോലൊരു ആരോപണമായിട്ട് വരികയാണെങ്കിൽ നീ വിശ്വസിക്കും? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.